ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു റൂവ ഗെയിമിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് തേഴ്സ്ഡേ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗെയിമിൽ പുതിയ വന്ന പാക്സും അതേപോലെ ഫീച്ചേഴ്സും അതേപോലെ അപ്ഡേറ്റ്സും ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് പാക്സ് നോക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ സ്പെഷ്യൽ ലെജൻഡ് എഡിഷൻ്റെ കാർഡ്സിലെ കാർലോസ് ടെവസ് വന്നിട്ടുണ്ട്. അതൊരു ഡീപ്പ് ലൈൻ ഫോർവേഡാണ് പ്ലേയിങ് സ്റ്റൈൽ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഫിഗോൻ്റെ ഒരു കാർഡാണ് LMF ക്രോസ് സ്പെഷ്യലിസ്റ്റ്, RMF കാർഡാണ്. നമുക്ക് LMF ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ക്രോസ് സ്പെഷ്യലിസ്റ്റാണ് പ്ലേയിങ് സ്റ്റൈലായിട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കാർഡാണ് അത്. പിന്നെ ബ്ലിറ്റ്സ് കേൾ ഇൻസൈൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോയിൻസോളർ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്ലെയർ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലേക്ക് വാല്യൂ എന്ന് തോന്നുന്ന പ്ലെയർ ഉണ്ടെങ്കിൽ സ്പിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ ഒരു ജെ ലീഗിൻ്റെ ഒരു എപ്പിക് പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഡേവിഡ് വില്യം നക്കാട്ടയുണ്ട്. അറിയില്ല ഇതൊക്കെ ആരും ഉപയോഗിക്കുമെന്ന്. കാര്യം അത്ര വലിയ വാല്യൂ ഉണ്ടാവില്ല ആ പാക്ക്. പിന്നെ നാഷണൽ ഇന്ന് ഇപ്രാവശ്യത്തെ POT റൊണാൾഡോ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ റൊണാൾഡോ വന്നിട്ടില്ല. മെസ്സി, ചുവമനി, ഡിബ്രൂണി മൂന്നാണിപ്പോൾ ടോപ്പായി നിൽക്കുന്നത്. പിന്നെ മെംഫിസ് ഡിബായ്. ഡിബ്രൂണിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ്. ആൻഡ് ചുവമനീൻ്റെ ഒരു ആങ്കർമാൻ. ഇപ്പം നമ്മുടെ കറൻ്റ്ലി ഈ ഫുട്ബോൾ 2026 ആങ്കർമാൻ DMFന് ഭയങ്കര വാല്യൂ ഉണ്ട്. കാര്യം അത്യാവശ്യം ബോക്സ് ടു ബോക്സ് DMFനെക്കാട്ടും കൂടുതൽ ഡിഫൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. മെസ്സി ഒരു ക്ലാസിക് നമ്പർ 10 ഒരു പ്ലേയിങ് സ്റ്റൈലാണ് വന്നത്. കുറച്ച് പണിയാണ്, ലൈക്ക് ഗുല്ലിറ്റിൻ്റെ ഒക്കെ ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ക്ലാസിക് നമ്പർ 10. പിന്നെ ഇന്ന് വന്നിരിക്കുന്ന മറ്റ് പാക്കുകൾ നോക്കുമ്പോൾ ഓൾറെഡി ഉള്ള ഇറ്റാലിയൻ ഗാർഡിയൻസ്. പിന്നെ ഇപ്രാവശ്യം ഈ ഫുട്ബോൾ ലീഗ് ഫേസ് 2 വേണ്ടി ഇപ്രാവശ്യം നമുക്ക് ഫസ്റ്റ് ഇസ്കോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒബമേയങ്ങിൻ്റെ ഒരു കാർഡാണ്. പെസ്സിലെ എല്ലാവരുടെയും ബെസ്റ്റ് കാർഡ് എന്ന് നമുക്ക് പറയാം. അതുപോലെ പുതിയൊരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ ഒരു ഇത് ആഡായിട്ടുണ്ട്. ഇതിൽ ഗൈക്കോറസ്, വില്യം പാച്ചോ ഒക്കെ മെയിൻ. അതുപോലെ ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മെമ്പർ, അതൊക്കെയാണ് ഇതിൽ മെയിൻ. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വിക്ടർ ഗൈക്കോറസ് ആണ്. പക്ഷേ 5 സ്റ്റാറിൻ്റെ ടോക്കണില്ല. ടോക്കൺ റെഡിയാക്കിയിട്ട് വേണം സ്പിന്ന് എടുക്കാൻ. പിന്നെ വലിയ മാറ്റങ്ങളൊന്നും ആസ് യൂഷ്വലുള്ള പാക്സ് തന്നെയാണ്. വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഈ ഒരു പാക്കാണ് ഇന്ന് എപ്പിക് പാക്കായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാനേജർ പാക്സിലും വലിയ മാറ്റമൊന്നുമില്ല. ഓൾറെഡി ഫാബ്രിക് ക്യാപ്പല്ലോൻ്റെ വേറൊരു പാക്ക്, അതല്ലാതെ വേറൊരു പാക്കും വന്നിട്ടില്ല. ആൻഡ് ഇവൻറ്റ്സ് നോക്കുമ്പോൾ 50 കോയിൻസിൻ്റെ ഒരു ഇവൻറ്റ്, പുതിയൊരു തീമിൽ പുതിയൊരു ലൈക്ക് പിക് ഫോട്ടോയാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ആ 3 മിനിറ്റ്സ് റാൻഡം ബൂസ്റ്റർ കിട്ടാൻ എല്ലാവരും പരമാവധി റാൻഡം ബൂസ്റ്റർ ടോക്കൺ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ. കാര്യം ഫ്രീ എപ്പിക്സ് കിട്ടിയിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ റാൻഡം ബൂസ്റ്റേഴ്സ് ഇല്ല. അങ്ങനെ ഇതിപ്പോൾ ഒന്നും നമ്മുടെ POTൻ്റെ ഒന്ന് നമുക്കൊരു ഫ്രീ ചാൻസ്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പ്രാവശ്യത്തിലുള്ളത്. സെയിം അവർ ജസ്റ്റ് ഒരു തീം മാറ്റിയിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇതോ ഇറ്റാലിയൻ ക്ലബ്സിൻ്റെ ഒരു 4 സ്റ്റാർ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് നമുക്ക് കിട്ടും. അല്ലാതെ വേറെ ഒരു പുതിയ മാറ്റങ്ങളും. പിന്നെ ഇതിൽ ഇതിലൊരു 5 സ്റ്റാർ. അപ്പോൾ ഈ 5 സ്റ്റാർ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് നമുക്ക് കിട്ടിയാൽ ഈസിലി നമുക്ക് ഗൈക്കോർസ് തന്നെ സൈൻ ചെയ്തെടുക്കാം. കാര്യം എൻ്റെ ഒരു ഗൈക്കോർസ് ആണ് ഇതിൽ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.